കുറേ ആൾക്കാരുടെ പ്രശ്നമാണ്, മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, പക്ഷേ അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് തുടങ്ങും, ഇതിങ്ങനെ പെൻഡിങ് ആയി പോവുക. ഇതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ഞാൻ 2 കാറ്റഗറിയിലേക്ക് മാറ്റുകയാണ്. ഒന്ന് പ്രൈമറി, ഒന്ന് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളും, സെക്കൻഡറി എന്ന് പറയുന്നത് നിങ്ങളുടെ തടസ്സങ്ങളുമാണ്. ഇതിൽ തടസ്സങ്ങൾ എന്തൊക്കെ വരുന്നറിയോ? നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ്, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളായിട്ടുള്ള കമ്പാരിസൺസ്, നിങ്ങളുടെ പഴയ മെമ്മറീസ്, ചൈൽഡ്ഹുഡ് ട്രോമകൾ, ബാഡ് എക്സ്പീരിയൻസുകൾ, ഇതൊക്കെ നിങ്ങളുടെ തടസ്സങ്ങളാണ്. ഇത്രയും തടസ്സങ്ങളുടെ കൂടെയാണ് നിങ്ങളൊരു പുതിയ ആഗ്രഹമായിട്ട് ജീവിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനായിട്ട് മാറുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഹൈ സാലറിയിൽ ഒരു വിദേശത്തൊരു ജോലി നേടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ലെവലൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ ആയിരിക്കാം. ഈ ലക്ഷ്യങ്ങൾ ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതല്ലാതെ ഇയാൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾക്ക് ഈ ലക്ഷ്യങ്ങളെക്കാൾ പ്രാധാന്യം ഇയാൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ലക്ഷ്യങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെക്കാൾ മുകളിലേക്ക് എത്താൻ പറ്റുന്നില്ല, ഈ പ്രശ്നങ്ങളെ കോൺകർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലർക്കും പലതും ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാന വിഷയം. ഈ പ്രശ്നത്തിന് എങ്ങനെ സുഹൃത്ത് സോൾവ് ചെയ്യാൻ പറ്റുക? അതാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പോയിന്റിലേക്ക് വരികയാണെ വളരെ ശ്രദ്ധിച്ചോ. നിങ്ങളിലേക്ക് ദിവസവും ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ വിഷയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത് അങ്ങനെയാണ്. നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളുടെ പ്രയാസങ്ങളെ പറ്റിയും നിങ്ങൾ നേരിട്ട വിഷയങ്ങളെ പറ്റിയും ബാഡ് തോട്ട്സുകളെ പറ്റിയും വീണ്ടും വീണ്ടും നിങ്ങളെങ്ങനെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ ബ്രെയിന് ഒരു കംഫർട്ട് സോൺ കണ്ടെത്തുകയാണ്. ഈ കംഫർട്ട് സോണിൽ നിൽക്കുന്ന നിങ്ങളുടെ ബ്രെയിനിന് പുതിയൊരു ടാസ്ക് എടുക്കാൻ എപ്പോഴും മടിയായിരിക്കും. എന്ന് വെച്ചാൽ പുതിയൊരു ടാസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിന് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങൾ പുതിയൊരു ടാസ്ക് എടുക്കാതിരിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ കണ്ടെത്തുന്ന ഒരു ട്രിക്കി മെത്തേഡ്, ഒരു കളിപ്പിക്കുന്ന മെത്തേഡാണ് നിങ്ങളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന കാര്യം. അപ്പോൾ എന്താ സംഭവിക്കുക സുഹൃത്തെ? നിങ്ങളുടെ പുതിയ ലക്ഷ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വരും, പക്ഷെ അതിനൊരു വാല്യൂ നിങ്ങളുടെ തല കൊടുക്കില്ല. ഈ ഒരു പ്രശ്നത്തിന് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സീക്രട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് നിങ്ങളൊന്ന് ഡീറ്റെയിൽഡായിട്ട് ഇറക്കാൻ നോക്കുക. കാര്യം ഇതാണ്: ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദിവസവും നടക്കുന്ന ഈ ബാഡ് ചിന്തകളിലേക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു കഴിവ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂ. ആ കഴിവ് നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ബിൽഡ് ചെയ്ത് എടുക്കേണ്ടതാണ് സുഹൃത്തെ. നിങ്ങൾ കാറ് പഠിക്കുന്നില്ലേ, സ്കൂട്ടർ പഠിക്കുന്നില്ലേ, സൈക്കിൾ പഠിക്കുന്നില്ലേ, അതുപോലെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കഴിവാണ് മാനുവലായിട്ട് നിങ്ങളെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവ്. അതെന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സാധാരണയായിട്ട് നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരിക, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ഒരു ചിന്ത വരിക എന്ന് വിചാരിക്കാം. അത് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളെ പാനിക്കായിട്ടുള്ള സിറ്റുവേഷനിലേക്കും ഒരു വിഷമത്തിലേക്കും ഒരു സാഡ് മെമ്മറിയിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളെങ്ങനെ തളർത്തല്ലേ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നിങ്ങളെ തളർത്താൻ വരുന്ന ചിന്തകളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കാം. നിങ്ങളെന്നും അതിനെ കാണുന്ന ആളാണ്, നിങ്ങളതിനെ ഫീൽ ചെയ്യുന്ന ആളും ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കറിയാം ഇപ്പോൾ വരാൻ പോകുന്ന ചിന്ത ഇതാണ്. നിങ്ങളതിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക സുഹൃത്തെ? നിങ്ങളുടെ ഈ ചിന്തകളുടെ ഇൻറ്റൻസിറ്റി കുറയാൻ തുടങ്ങും. അതെങ്ങനെ കുറയാന്ന് വെച്ചാൽ, നിങ്ങളൊരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ആദ്യത്തെ ദിവസം ഉള്ളതുപോലെ ആയിരിക്കില്ല ഒരു 7ാമത്തെ ദിവസം നിങ്ങൾ സംഭവിക്കാം. അത് ഗ്രാജുവലി കുറഞ്ഞു വരികയും പിന്നെ നിങ്ങളെ ബാധിക്കാത്ത ലെവലിലേക്ക് അതിന് നിങ്ങളുടെ റോളില്ലാതാവുകയും ചെയ്യും. ഈ രീതിയിൽ നിങ്ങളുടെ ലവ് ഫെയിലിയറുകളെയും നിങ്ങൾ നേരിട്ട വിഷമങ്ങളെയും ബാഡ് തോട്ടുകളെയും നിങ്ങളൊന്ന് സമീപിച്ച് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക് തോട്ട്സ് നിങ്ങളുടെ മുന്നിൽ അടിയറവ് പറയും. ഇവിടെ മുതലാണ് നിങ്ങൾ മാറാൻ പോകുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളിലേക്ക് ആക്ടിവേറ്റ് ആവാൻ പോകുന്നത്. ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളൊരു കാഴ്ചക്കാരനായിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങുക. ഒരു സിനിമയിൽ കാണുന്ന പോലെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചിന്തകൾ പെടും. നിങ്ങൾ തന്നെ ഇത് ശരിക്കും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം ഉണ്ടായിരുന്ന ഡിസ്റ്റർബൻസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകളുടെ തീവ്രത ഓരോ ദിവസം കഴിയുമ്പോഴും കുറയുന്നതായിട്ട് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം. അത് കുറയുന്നതോടുകൂടി നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ടും ഫോക്കസ് കിട്ടുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. വലിയ ലെവലിലൊക്കെ എത്തിയിട്ടുള്ള ആളുകളുടെ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ് ഇതാണ്. അവർ ഇതുപോലുള്ള പ്രശ്നങ്ങളുടെയും ഓവർ തോട്ട്സുകളുടെയും വാല്യൂ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മാനുവലി കുറയ്ക്കുന്ന ആളുകളാണ്. ഓട്ടോമാറ്റിക്കലി ഓവർ തോട്ട്സിൻ്റെ മുകളിലിരിക്കാൻ അവരെ സമ്മതിക്കില്ല.
അവർ ആ സമയത്ത് പല കാര്യങ്ങളിലേക്കും ബിസി ആവുന്നത് നിങ്ങൾക്ക് നേരിട്ട് അവരുടെ കൂടെ ജീവിച്ചാൽ മനസ്സിലാവും.